ഡേവിഡ് കോളിംഗ് എന്ന് കണ്ടു ആവണി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. മോളെ, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ആ കോൾ എടുക്ക്, അമ്മച്ചി ആവണിയോട് പറഞ്ഞു. അനു, നീ ഇങ്ങോട്ട് വന്നേ, കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം എടുത്ത് അപ്പുറത്തെ റൂമിൽ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞ് അമ്മച്ചി അനുവിനെയും കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി. അവർ റൂമിൽ നിന്ന് പോയിട്ടും ആവണി ആ ഫോൺ എടുക്കാതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കോള് വരുന്നത് നിന്നു. ആവണി അപ്പോൾ ഫോൺ ബെഡിൽ വെച്ചു. ആവണിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ തന്നെ വീണ്ടും ഡേവിഡ് ആവണിയെ വിളിച്ചു. പക്ഷേ ആ കോളും അവൾ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും കട്ടായി. ഡേവിഡ് സാർ ടെൻഷനായി കാണുമല്ലോ, ഞാൻ എന്ത് ചെയ്യും? അവളുടെ കണ്ണു നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ആ കോൾ എടുക്കണമെന്നുണ്ട് അവൾക്ക്, പക്ഷേ പറ്റുന്നില്ലയോ എന്തുകൊണ്ടോ. റോസി അമ്മ പറഞ്ഞ വാക്കുകളെല്ലാം അവളുടെ ചെവിയിൽ മുഴങ്ങുകയായിരുന്നു. ആ സമയത്ത് അവൾ ഫോൺ എടുത്ത് ഡേവിഡിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ അവനെ വിളിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കോൾ വന്നത് കണ്ട് ആവണി കോൾ എടുക്കാൻ നിന്നു. അപ്പോഴാണ് അത് ഡേവിഡല്ല അഞ്ജു ആണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾക്കെന്തോ നിരാശ തോന്നി. അവൾ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. നീ എവിടെയാണ് ആവണി? അഞ്ജു ചോദിച്ചു. ഞാൻ വീട്ടിൽ തന്നെയാ. എന്താടി? നിന്റെ ഫോൺ എവിടെ വെച്ചിരിക്കുകയായിരുന്നു? ആ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നടാ. പിന്നെ നീ എന്താ സാറ് വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്? അല്ല, നിന്റെ സൗണ്ടിന് എന്ത് പറ്റി? അഞ്ജു ആവണിയോട് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഹേ, ഒന്നുമില്ലടാ. അല്ല, എന്താടി പറ്റിയത്? ഞാൻ സാറ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആവണി അഞ്ജുവിനോട് ചോദിച്ചു. അതോ, ഞാൻ കുറച്ച് മുമ്പ് ഒരു ഫയൽ സൈൻ വാങ്ങാൻ പോയിരുന്നു കേട്ടോ സാറുടെ ക്യാബിനിൽ. സാർ അപ്പോളില്ലേ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങയുടെ സ്വഭാവത്തെ പേടിച്ചിട്ട് ചോദിച്ചൊന്നുമില്ല. പക്ഷെ അയാൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, നിന്നെ വിളിച്ചായിരുന്നോ? നീ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ. അഞ്ജു പറഞ്ഞതും ആവണി ഒന്ന് മൂളി. ആവണി, എടി കൊച്ചേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായി തന്നെ അതിനുത്തരം തരുമോ? അഞ്ജു അവളോട് ചോദിച്ചു. എൻ്റെ അഞ്ജുസേ, ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നത്? എന്നാ പറ, നീയും ഡേവിഡ് സാറും തമ്മിൽ എന്താ ശരിക്കും? നിനക്ക് സാറിന് ഇഷ്ടമാണോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോടി? അതെടി, എനിക്ക് ഉള്ള കാര്യം അറിയണം. പറയുന്നുണ്ടോ നീ? ഡി, എനിക്ക് സാറിന് ഇഷ്ടമാണടി. വിക്കി അഞ്ജുവിനോട് പറഞ്ഞു ആവണി. ആ സമയത്ത് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അഞ്ജു എങ്ങനെ പ്രതികരിക്കുമെന്നോർത്തിട്ട്. എൻ്റെ പൊന്നെ, ശരിക്കും എൻ്റെ ആവൂസിന് പ്രണയോ? അപ്പോൾ ഈ പൂച്ചയും പാല് കുടിക്കുമല്ലേ? അല്ല, പിന്നെന്താ നീ സാറ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ എടി, സാർ എന്നെ ഇഷ്ടമാണോ എന്ന് അറിയില്ല. പിന്നെ റോസിയമ്മ. അല്ല, റോസിയമ്മയ്ക്ക് എന്താ? അഞ്ജു ചോദിച്ചു. ആവണി റോസിയമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അഞ്ജുവിനോട് പറഞ്ഞു. എടി പെണ്ണെ, റോസിയമ്മ നിന്നെ മോളെ പോലെയാ കണ്ടത്, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. റോസിയമ്മയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതെല്ലാം ശരിയാണ്. പക്ഷോ ഇപ്പോൾ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാറിന് നിന്നെ എന്തായാലും ഇഷ്ടാവണ്ടി. ഇല്ലെങ്കിൽ നീ തന്നെ ആലോചിച്ച് നോക്ക്, സാർ നിന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ ആവേണ്ട എന്ത് കാര്യമുള്ളത്? നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നതും ഓഫീസിലേക്ക് വന്നതും റോസിയമ്മയെ നിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയതെല്ലാം എന്തിനാണ്? നിന്നോട് അയാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? ആവണി ചോദിച്ചു. എടാ, അങ്ങനൊരു ഇഷ്ടം സാറിനില്ലെങ്കിലോ എന്നോട്? നീ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. ഇനി സാറിന് അങ്ങനൊരു ഇഷ്ടം ഇല്ലെന്ന് തന്നെ വെച്ചോ. നീ എനിക്ക് കുറച്ച് നാളെ സങ്കടം ഉണ്ടാവും, അതുറപ്പാണ്. പക്ഷേ ഇല്ലടി, എന്ത് സങ്കടത്തിലാണെങ്കിലും എൻ്റെ ആവൂസിൻ്റെ ഒപ്പം ഞാനുണ്ടാവും. നിനക്ക് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരവസ്ഥയും വരുത്തില്ല കേട്ടോ. പിന്നെ ഇക്കാര്യം ഫസ്റ്റ് എന്നോട് പറയാതെ നിന്റെ റോസിയമ്മയോട് പറഞ്ഞതിൽ എനിക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. എന്തായാലും നീ ഇപ്പോൾ വേറൊന്നും നോക്കണ്ട.
ഇപ്പോൾ തന്നെ സാറിനെ വിളിച്ച് സംസാരിക്കേ. നിന്നോടും സാറിന് ഇഷ്ടം ഉണ്ടോ എന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാനേ. പിന്നെ ഡി, സാറിന് ഇനി അഥവാ അങ്ങനെ ഒരു ഇഷ്ടം നിന്നോട് ഇല്ലെങ്കിൽ കരഞ്ഞു കൂവി ഇരിക്കരുത് കേട്ടോ. നിന്റെ രാജകുമാരൻ ആ കടുവയല്ലെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതിയെന്നേ, പ്രശ്നം തീർന്നില്ലേ? ആവണിയോട് അഞ്ജു ചോദിച്ചു. അവൾ ഒന്ന് മൂളി. അല്ല ഡി, നമ്മുടെ കക്ഷി എവിടെ, റോസിയമ്മ? അഞ്ജു ചോദിച്ചു. അതോ റോസിയമ്മ പോയടി. അതെന്താ, നീ ഓടിച്ചതാണോ? അല്ല, അമ്മച്ചി അനൂട്ടിയും ഇവിടെ ഉണ്ട്. അപ്പോൾ റോസിയമ്മ മധുറിൻ്റെ കൂടെ പോയി. അമ്മച്ചി അനൂട്ടിയും ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമെന്നാണ് എന്നോട് പറഞ്ഞത്, ആവണി അഞ്ജുവിനോട് പറഞ്ഞു. ആണോടി? അപ്പോൾ നിന്റെ മൊത്തത്തിൽ ശരിയാക്കാൻ വന്നതാണല്ലേ അമ്മച്ചി? നിന്നെ ശ്രദ്ധിക്കുക എത്ര അമ്മച്ചിമാരാ. എന്നാൽ ശരി കേട്ടോ. ഒന്നാമത് നിന്റെ കടുവ അവിടെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നും കൂടെ കണ്ടാലേ ചിലപ്പോൾ എന്നെ ശരിയാക്കും. ഞാൻ ഫോണ് വെക്കുകയാണേ, എൻ്റെ ഹൗസ് വിഷമിച്ചിരിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അഞ്ജു ഫോൺ കട്ട് ചെയ്യാൻ പോയി. എടാ അഞ്ജുസേ, ഫോണ് വെക്കല്ലേ, ആവണി അഞ്ജുവിനോട് പറഞ്ഞു. അഞ്ജു, എന്താടി, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ആവണി ചോദിച്ചു. എനിക്കെന്തിനാ എൻ്റെ ഹൗസിനോട് ദേഷ്യം? അല്ല, അത് നിനക്ക് സാറിനെ. അത് പോടി അവിടെ നിന്ന്. എനിക്ക് അങ്ങേരെ കണ്ടപ്പോൾ ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു എന്നത് ശരിയാ, പക്ഷെ അത് വെച്ച് നീ എനിക്ക് മുടിഞ്ഞ പ്രേമാണ് എന്നൊന്നും വിചാരിക്കല്ലേടാ. അല്ലെങ്കിലും നീ തന്നെ ആടിയ അയാൾക്ക് മാച്ചം. എനിക്ക് പറ്റിയ ഒരുത്തനെ എവിടെ നിന്നെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. പിന്നെ നിന്റെ കാര്യമെല്ലാം ഓക്കെ ആയാൽ പൊന്നു മോളെ, അന്നത്തെ ദിവസത്തെ എല്ലാ ചെലവും നിന്റെ വകയാട്ടോ, അഞ്ജു പറഞ്ഞു. ആടി, സത്യം പറഞ്ഞാൽ ആവണിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. തൻ്റെ അഞ്ജൂസിനെ വിഷമാവോ ഡേവിഡുമായുള്ള ബന്ധം എന്നാലോചിച്ച് അവൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അഞ്ജൂസിൻ്റെ പ്രശ്നമല്ലെന്നും അവൾ എന്തിനും തൻ്റെ ഒപ്പം നിൽക്കുമെന്നും അറിഞ്ഞപ്പോൾ അത്ര നേരമുള്ള വിഷമമൊക്കെ ആവണിൽ നിന്ന് പെട്ടെന്ന് എങ്ങോട്ടോ മാഞ്ഞുപോയി. എന്നാ എൻ്റെ ഹൗസ് ചെന്ന് ആ കടുവയെ വിളിച്ച് സംസാരിക്കേ. ഇല്ല, ചിലപ്പോൾ ആ കടുവ ഞങ്ങളെല്ലാം പിടിച്ചു തിന്നു, അഞ്ജു ആവണിയോട് പറഞ്ഞു. ശരിയടി, ഞാൻ ഇപ്പം തന്നെ സാറിനെ വിളിക്കാവേ. ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടാളും ഫോൺ കട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള സ്റ്റോറി എന്താണ് നമുക്ക് നാളത്തെ പാട്ടിൽ കാണാം കേട്ടോ. പിന്നെ ഇത് ചെറിയ വീഡിയോ ആണ്, നാളെ ഇതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്തിൽ വീഡിയോ ഇടാൻ നോക്കാം. എൻ്റെ ഫോണ് കേടുവന്നു, അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഫോണ് കിട്ടിയപ്പോൾ വേഗം തന്നെ ഒരു ചെറിയ പാർട്ട് എടുത്ത് ഇട്ടതാണേ. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യണേ.